എല്ലാവർക്കും നല്ല നമസ്കാരം. ഞാനിപ്പോൾ KSRTC സ്റ്റാൻഡിന് മുന്നിലാണ് നിൽക്കുന്നത്. ചാലക്കുടി KSRTC സ്റ്റാൻഡ്. ചാലക്കുടിയിലെ ഐക്കണുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ചാലക്കുടി KSRTC സ്റ്റാൻഡ്. കോട്ട പാപ്പാളി ജംഗ്ഷനിലെയും ആശ്രമം ജംഗ്ഷനിലെയും സന്ദർശനത്തിന് ശേഷം മന്ത്രി ഗണേഷ് കുമാർ KSRTC സ്റ്റാൻഡിലെത്തി. ഇവിടെ റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന സ്ഥലവും ടെസ്റ്റ് ഗ്രൗണ്ട് സ്ഥലവുമെല്ലാം അദ്ദേഹം സന്ദർശിച്ചു. അതുപോലെ തന്നെ വെള്ളക്കെട്ട്, ഈ സ്റ്റാൻഡിൻ്റെ പരിസരങ്ങളിലും ഭാഗങ്ങളിലൊക്കെ ഉള്ള വെള്ളക്കെട്ട് ഒഴിവാക്കാനായിട്ട് ഇവിടുത്തെ ചെയർമാനെ വിളിച്ച്, നഗരസഭാ ചെയർമാനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുകയും അതിൽ ഇടപെടൽ ഉടനെ തന്നെ ഉണ്ടാവണമെന്ന് പറയുകയും ചെയ്തു. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം മന്ത്രി ഗണേഷ് കുമാർ ഇവിടെ വന്ന് പറഞ്ഞത്, ചാലക്കുടി KSRTC സ്റ്റാൻഡിന് ഒരു സ്വിഫ്റ്റ് ബസ് നൽകാനായിട്ടുള്ളൊരു പ്രപ്പോസൽ തയ്യാറാക്കി കൊടുക്കാൻ പറഞ്ഞു. അതിൻ്റെ റൂട്ട് മറ്റ് കാര്യങ്ങളൊക്കെ പിന്നീട് തീരുമാനിക്കുമെന്നാണ് പറഞ്ഞത്. KSRTC ചാലക്കുടി സ്റ്റാൻഡിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആ ഒരു തീരുമാനം. ഒരു സ്വിഫ്റ്റ് ബസ് KSRTC ചാലക്കുടി സ്റ്റാൻഡിന് കിട്ടാൻ പോകുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം എടുത്തത്, നമ്മുടെ ചാലക്കുടി KSRTC സ്റ്റാൻഡിൽ നിന്നും മലക്കപ്പാറയിലേക്ക് സർവീസ് ഉണ്ട്. അപ്പോൾ അവിടെ മലക്കപ്പാറയിലുള്ള സ്റ്റേ റൂമിൽ വെള്ളത്തിന് ഷോർട്ടേജ് ഉണ്ട് എന്നുള്ളൊരു വാർത്തയുണ്ടായിരുന്നു. അത് പരിഹരിക്കുന്നതിന് വേണ്ടി നിരവധി പരാതികൾ ഉന്നയിച്ചിരുന്നു. അത് പരിഹരിക്കുന്നതിന് വേണ്ടി മന്ത്രി ഗണേഷ് കുമാർ ഉടൻ തന്നെ സ്പോട്ടിൽ നിന്നുകൊണ്ട് തന്നെ അതിരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ വിളിച്ച് വേണ്ട രീതിയിലുള്ള ഇടപെടലുകൾ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ചാലക്കുടി KSRTC സ്റ്റാൻഡും പരിസരവും കാണുകയും എന്തൊക്കെ നടപടികളാണ് ഉടനെ തന്നെ ചെയ്യേണ്ടതെന്ന് കൃത്യമായി തന്നെ അതുമായി ബന്ധപ്പെട്ട അധികാരികൾക്ക് നിർദ്ദേശം നൽകുകയും ആണ് ചെയ്തത്. ഈ സ്വിഫ്റ്റ് ബസ് പ്രഖ്യാപനമാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ചാലക്കുടി KSRTCനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രപ്പോസൽ ഉടനെ വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ചാലക്കുടിയിൽ നിന്നും മലക്കപ്പാറ കൂടി പഴനിയിലേക്കൊരു സർവീസ് ആരംഭിക്കാനായിട്ടുള്ള ഒരു കാര്യം കൂടി മന്ത്രി ഗണേഷ് കുമാർ ഇവിടെ ചർച്ച ചെയ്തു. ഒപ്പം ഇവിടെ നമ്മുടെ സ്റ്റാൻഡിൽ തന്നെ KSRTC സ്റ്റാൻഡിൽ തന്നെ ഒരു ഡ്രൈവിംഗ് സ്കൂൾ ആരംഭിക്കുന്നതിനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടന്നു. വളരെ പഴക്കമുണ്ട് ഈ സ്റ്റാൻഡിൻ്റെ കെട്ടിടത്തിന്. ഇത് പുതുക്കി പണിയുന്നതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള പ്രൊജക്റ്റിൽ പണ്ട് MLA മുന്നോട്ട് വെച്ചിരുന്നു. നമ്മുടെ KSRTC സ്റ്റാൻഡിൻ്റെ കെട്ടിട നിർമ്മാണം ഫണ്ട് വരുന്നതിനനുസരിച്ച് നിർമ്മാണം ആരംഭിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. KSRTC MD അതുപോലെ തന്നെ MLA സനീഷ് കുമാർ ജോസഫ് തുടങ്ങിയവരെല്ലാവരും ഉണ്ടായിരുന്നു. KSRTC ജീവനക്കാർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. വളരെ പെട്ടെന്ന് തന്നെ ഈ പ്രദേശത്തെല്ലാം തന്നെ ഓടി നടന്ന് കൃത്യമായി കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ചാലക്കുടി KSRTC സ്റ്റാൻഡിന് വേണ്ട നിർദ്ദേശങ്ങൾ, അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ സ്വിഫ്റ്റ് ബസ് കിട്ടാൻ പോകുന്നത് എന്നുള്ളതാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. മറ്റു കാര്യങ്ങളെല്ലാം നോക്കിക്കണ്ടതിന് ശേഷമാണ് മന്ത്രി ഗണേഷ് കുമാർ ഇവിടെ നിന്നും പോയത്. വളരെ പഴക്കം ചെന്ന ചാലക്കുടി KSRTC സ്റ്റാൻഡിന് അർഹമായ പരിഗണനകൾ ലഭിക്കുന്നില്ലെന്നും പലപ്പോഴും പകൽ സമയങ്ങളിൽ കാലത്ത് 10 മണി കഴിഞ്ഞാൽ വളരെ കുറച്ച് ബസ്സുകളെ തൃശ്ശൂർ നഗരത്തിലേക്ക് പോലും സ്റ്റാൻഡ് വഴി കടന്നുപോകുന്നുള്ളൂ എന്നും യാത്രക്കാർക്ക് പരാതിയുണ്ട്. ചാലക്കുടി KSRTC സ്റ്റാൻഡിനോടുള്ള പരാതികൾക്കും KSRTC സ്റ്റാൻഡിൻ്റെ പരാധീനതകൾക്കുമിടയിലാണ് മന്ത്രി ഗണേഷ് കുമാറിൻ്റെ സന്ദർശനം. പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകുമെന്ന് തന്നെയാണ് ചാലക്കുടിക്കാരുടെ പ്രതീക്ഷ.